മൂന്നാറിലെ പോലീസ് അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പള്ളിവാസലിൽ വിനോദസഞ്ചാരികളും ജീപ്പ് ഡ്രൈവർമാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കസ്റ്റഡിയിലെടുത്ത ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മർദ്ദിക്കുന്ന പോലീസുകാർ ആരൊക്കെ എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഈ ദൃശ്യങ്ങളിൽ ഈ പോലീസുകാർ ആരൊക്കെ എന്നത് വ്യക്തമല്ല എങ്കിലും മർദ്ദിക്കുന്നത് പോലീസുകാരാണ് എന്നത് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും മോദി, ഈ മർദ്ദിക്കുന്നത് പോലീസുകാരാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ മൂന്നാർ പള്ളിവാസൽ വിനോദസഞ്ചാരികളും ജീപ്പ് ഡ്രൈവർമാരും തമ്മിലൊരു സംഘർഷം ഉണ്ടായത്. ഈ വിനോദസഞ്ചാരികൾ ജീപ്പിന്റെ മുകളിൽ കയറിയിരിക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഈ സംഘർഷ സ്ഥലത്തേക്ക് ആദ്യം കടന്നു വരുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഈ സംഭവം നടക്കുന്നത് വെള്ളത്തോൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണെങ്കിലും ആദ്യത്തെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് എത്തുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു. അവർ ഈ ആക്രമണം നടത്തിയ ആളുകളെ, ഈ സംഘർഷം നടത്തിയ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഈ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ആക്രമണം നടക്കുന്ന സ്ഥലമാണ്, സംഘർഷം നടക്കുകയാണ് അവിടേക്ക് എത്തുന്ന പോലീസുകാർ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്, അത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ ഈ ജീപ്പിലേക്ക് കയറാനായി നടന്നു പോകുന്ന ആളെ പിന്നിൽ നിന്ന് ചവിട്ടുന്നതും അതുപോലെ തന്നെ ലാത്തി വെച്ച് അടിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ പറയുന്നത് ഈ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവരെ മർദ്ദിച്ചത് മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമല്ല. പോലീസ് ഉദ്യോഗസ്ഥരാണ് മർദ്ദിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നിലവിൽ നമുക്ക് വ്യക്തമായിട്ടിരിക്കുന്നത്. ഈ സ്ഥലത്ത് ആദ്യം എത്തിയത് മൂന്നാർ പോലീസാണ് എന്നുള്ള കാര്യത്തിലും നമുക്ക് വ്യക്തതയുണ്ട്. മൂത്തി, ശരി, മൂന്നാർ പോലീസാണ് എന്ന കാര്യം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൂട്ടത്തിൽ ഒരാൾ ഈ സിനിമാ സ്റ്റൈലൊക്കെ ചാടി ചവിട്ടുന്ന ദൃശ്യത്തിൽ കാണാം. മനുഷ്യരോടാണ് പെരുമാറുന്നത് എന്നത് പോലും നോക്കാതെയുള്ള ചില പെരുമാറ്റം, ക്രൂര മർദ്ദനം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ആ ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിതിൻ തോമസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.